കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി ചെല്ലുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ ഏതെങ്കിലും അത്യാഹിതം കൊണ്ട് ചെല്ലുന്നതാണോ അല്ലയോ എന്നുകൂടി പ്രത്യേകിച്ച് നോക്കാതെ യഥാർത്ഥ രോഗമുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരോട് പണം ആവശ്യപ്പെടാതെ തന്നെ അടിയന്തരമായ ചികിത്സ നൽകാൻ ആശുപത്രികൾ ബാധ്യസ്ഥരാണ് എന്ന ഒരു സുപ്രധാനമായ വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സംബന്ധിച്ച് പൊതുവായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയിരുന്ന ചില നിർദ്ദേശങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ നൽകിയ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത്, ഏത് രോഗി വന്നാലും ആ രോഗിയുടെ രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് അടിയന്തരമായ ചികിത്സ ആശുപത്രി അധികൃതർ സാമ്പത്തികം മുൻകൂട്ടി ഒരു വ്യവസ്ഥ വയ്ക്കാതെ നൽകണം എന്നുള്ളതാണ്. സാധാരണയായി സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ നിരക്കുകൾ സാധാരണ ജനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിധിയുടെ പ്രാധാന്യം നാം കാണേണ്ടത്. ഈ വിധി അനുസരിച്ച് ഇപ്പോൾ രോഗി ഏതു തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളാണെങ്കിലും അയാൾക്ക് നൽകേണ്ട പരമാവധി ചികിത്സ പോലും നൽകണം. എന്ത് വിലപിടിപ്പുള്ള ചികിത്സയാണെങ്കിലും അത് നൽകിയതിന് ശേഷം വേണം ബാക്കിയുള്ള സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് രോഗിയോട് സംസാരിക്കാൻ, അല്ലെ രോഗിയുടെ ആളുകളോട് സംസാരിക്കാൻ എന്ന് വളരെ വ്യക്തമായി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണയായി കാണുന്ന സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിൽ അത്യാഹിതത്തിൽപ്പെട്ടോ അല്ലെങ്കിലോ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവർ ആദ്യമായി അതിനനുസരിച്ചുള്ള പണം അവർ സ്വീകരിക്കും. ആ സ്വീകരിച്ചതിന് ശേഷമേ അത്തരം ചികിത്സകൾ അവർ നൽകാറുള്ളൂ. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അത് രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഏത് ആശുപത്രിയാണെങ്കിലും ഉടനടി അത് സ്വീകരിക്കണം. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, ഏതെങ്കിലും കാരണവശാൽ വിദഗ്ധ ചികിത്സ ആ രോഗിക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് അയക്കാനുള്ള ഉത്തരവാദിത്തം ഈ രോഗിക്ക് പ്രവേശനം നൽകിയ ആദ്യത്തെ ആശുപത്രി അധികൃതർ നൽകണമെന്നുള്ളതാണ്. ഇതും വളരെയേറെ സഹായിക്കുന്ന പൊതു സമൂഹത്തെയും പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെയും വളരെയേറെ ആശ്വസിപ്പിക്കുന്ന ഒരു വിധിയാണെന്ന് പറയേണ്ടതില്ല. സാധാരണയായി സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും രോഗി പ്രവേശിക്കപ്പെട്ടാൽ അവർക്ക് തുടർ ചികിത്സ നൽകാനായി സാധ്യതയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമോ ഇല്ലെങ്കിൽ അവർ രോഗിയെ പറഞ്ഞയച്ച് രോഗിയുടെ ബന്ധുക്കളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഒന്ന് കൊണ്ടുപോകണം, മെച്ചപ്പെട്ട മറ്റ് ആശുപത്രിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ കൈയൊഴുകിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് പാടില്ല. ഈ ആശുപത്രി തന്നെ, ആദ്യം രോഗിയെ പ്രവേശിച്ച ആശുപത്രി തന്നെ വിദഗ്ധ ചികിത്സ മറ്റേതെങ്കിലും ആശുപത്രികളിൽ ആവശ്യമാണ് എന്ന് കണ്ടാൽ ആ രോഗിയെ അവിടെ എത്തിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഇവർ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്, ഈ രോഗിക്കോ രോഗികളുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേൾക്കുന്നതിനായി ഒരു ഹെൽപ്പ് ഡെസ്ക് എല്ലാ ആശുപത്രികളിലും തുടങ്ങണം. അത് പരാതി കേട്ടാൽ മാത്രം പോരാ, ആ പരാതിയിൽ മേൽ 7 ദിവസത്തിനകം അവർ നടപടിയെടുക്കണം. ആ 7 ദിവസത്തിനകം ഈ പരാതി സെല്ല് നടപടിയെടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട DMOയ്ക്ക് മേൽ പരാതി കൊടുക്കുക ചെയ്യാം. അദ്ദേഹവും നടപടിയെടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന ഒരു പരാമർശം, ഒരു നിർദ്ദേശം കൂടി ഈ വിധിയിലുണ്ട്. അങ്ങനെ ആകെ കൂടി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ചില നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്ന മറ്റൊരു നിരീക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയത്, എല്ലാ ചികിത്സാ നിരക്കുകളും ആശുപത്രികളിൽ എഴുതി പ്രദർശിപ്പിക്കണം. ഇതൊരു വലിയ വിപ്ലവകരമായ ഒരു നിർദ്ദേശമാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല.
സാധാരണയായി സ്വകാര്യ ആശുപത്രികളിലൊക്കെ ചാർത്തുന്നതായ നിരക്കുകളൊക്കെ സാധാരണക്കാർക്ക് വഹിക്കാൻ കഴിയുന്നതിനൊക്കെ വളരെ അപ്പുറമാണ്. അതുകൊണ്ട് പലപ്പോഴും പല രോഗികളും ഇതിന്റെ നിരക്ക് എന്തെന്നറിയാതെ സാമ്പത്തികമായി നിർവാഹമില്ലാത്ത ആളുകൾ പോലും ചില ആശുപത്രികളിൽ ചെന്ന് പെട്ടുപോവുകയും അവർക്ക് ബില്ല് അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്മേൽ ആശുപത്രി അധികൃതരും രോഗിയും രോഗിയുടെ ബന്ധുക്കളും തമ്മിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം, എല്ലാ ചികിത്സാ നിരക്കുകളും എല്ലാ ആശുപത്രികളും മുൻകൂട്ടി പ്രദർശിപ്പിക്കണം. അത് ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും അത് വ്യക്തമാകത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണം. സാധാരണയായി നമ്മളൊക്കെ പറയുന്നത് പോലെ കടകളിൽ വില നിലവാരം പ്രദർശിപ്പിക്കണം എന്ന ചട്ടമുള്ളതുപോലെ അതിന് സമാനമായ ഒരു നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിരക്കുകൾ, വിവിധ തരത്തിലുള്ള ചികിത്സയ്ക്കുള്ള നിരക്കുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ രോഗിയെ പ്രവേശിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രദർശിപ്പിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും അല്ലെ രോഗികളെ കൊണ്ടുവരുന്നവർക്കും ആ ആശുപത്രികൾ ചികിത്സ തേടണമോ എന്ന് സ്വയം തീരുമാനിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് അത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആകെ കൂടി പറയുമ്പോൾ കേരളത്തിലെ ചികിത്സാ മേഖലയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. ഇവിടെ ഇനി കാണേണ്ടതായിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങൾ എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കുന്നതിന് ആശുപത്രികൾ മുന്നോട്ട് വരും എന്നുള്ളതാണ്. മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ബഹുമാനപ്പെട്ട കോടതികൾ ഇക്കാര്യത്തിൽ ഇടപെടും എന്നതിൻ്റെ സൂചനയും ഈ വിധിയിലുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഏത് ആശുപത്രിയിൽ ഏത് അപകടം പറ്റിയോ ഏത് അത്യാസന്ന നിലയിൽ ചെന്നു കഴിഞ്ഞാൽ ആ ആശുപത്രിക്ക് അവിടെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയാനായി ഒരിക്കലും സാധ്യമല്ല. അവർ ഒന്നാമതായി അവിടെ തന്നെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കണം. അത് അവർക്ക് നിവർത്തിയില്ല എങ്കിൽ കൂടുതൽ വിദഗ്ധമായ പരിശോധനയും ചികിത്സയും ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് അയക്കാൻ ഈ ആശുപത്രികൾ തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി പറയുമ്പോൾ ഇതിന്റെ ഗൗരവം എത്ര വലുതാണ്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളെക്ക് പ്രത്യേകിച്ചും വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്നുള്ളത് പ്രസ്താവ്യമാണ്, വളരെ ശ്രദ്ധേയവും ആണ്.